അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ. ഉസ്താദെ, ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിൽ ജുമുഅയുമായി ബന്ധപ്പെട്ട കുറേ സംശയങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് നിവാരണം വരുത്തിയാൽ വലിയ ഉപകാരപ്പെടും. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പം നമുക്ക് പ്രത്യേകിച്ച് ജുമുഅയുടെ സാധാരണ ഈ രണ്ട് വാങ്കുണ്ട്. ജുമുഅയ്ക്ക് എല്ലാ ദിവസവും ഒരു വാങ്കാണ്, ജുമുഅയ്ക്ക് രണ്ട് വാങ്കുണ്ട്. അപ്പം ആ രണ്ട് വാങ്കും വിളിച്ചു കഴിഞ്ഞാലുള്ള ഗൗരവം പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ എന്ന് പറയുന്ന ആയത്തിൽ നിങ്ങൾ എല്ലാ കച്ചവടമൊക്കെ ഒഴിവാക്കിയിട്ട് നിസ്കാരത്തിലേക്ക് വരണമെന്നാണ് പറയുന്നത്. പക്ഷേ ജുമുഅയുടെ വാങ്ക് വിളിച്ചതിന് ശേഷവും കച്ചവടം ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെ വിധി എന്താണ്? വെള്ളിയാഴ്ച രണ്ട് ബാങ്കുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതെ, രണ്ട് ബാങ്ക് സുന്നത്താകുന്ന രണ്ട് നിസ്കാരങ്ങളാണുള്ളത്. ഒന്ന് സുബഹി നിസ്കാരം. നമ്മുടെ നാട്ടിൽ പൊതുവെ സുബഹിക്ക് ആ ഒരു ബാങ്കേ വിളിക്കുന്നുള്ളൂ. ഹജ്ജിനും ഉംറക്കൊക്കെ പോയ ആളുകൾക്കറിയാം, ഹറമിൽ രണ്ട് ബാങ്ക് വിളിക്കുന്നുണ്ട്. ഒരു ബാങ്ക് വിളിച്ചതിന് ശേഷം ജനങ്ങൾ തഹജ്ജുദൊക്കെ നിസ്കരിക്കും. പിന്നെ രണ്ടാം ബാങ്കിന് ശേഷം സുബഹി നിസ്കരിക്കും. ഇതുപോലെ ജുമുഅക്കും രണ്ട് ബാങ്കുണ്ട്. സത്യത്തിൽ ജുമുഅയുടെ ഒന്നാം ബാങ്ക് രണ്ടാം ബാങ്കും രണ്ടാം ബാങ്ക് ഒന്നാം ബാങ്കുമാണ്. അത് ശരി. ആദ്യത്തെ ബാങ്ക് രണ്ടാം ബാങ്കാണ്. അത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജനങ്ങൾ കൂടിയപ്പോൾ ഉണ്ടാക്കിയതാണ്. ഇന്ന് വിളിക്കുന്ന പരസ്യമായ ഒന്നാമത്തെ ബാങ്ക്. അത് ശറയിൽ രണ്ടാമത്തെ ബാങ്ക്. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ, ജുമുഅക്ക് വേണ്ടി വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കച്ചവടം ഒഴിവാക്കണം എന്ന് പറഞ്ഞല്ലോ. രണ്ടാം ബാങ്കിന് ശേഷം അഥവാ പ്രത്യക്ഷത്തിൽ കാണുന്ന രണ്ടാം ബാങ്ക്, മിമ്പറിലേക്ക് ഇമാമ് കയറിയതിന് ശേഷമുള്ള ബാങ്കാണ് ഇന്ന് രണ്ടാമതായി നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന ബാങ്ക്. ശറയിൽ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടപ്പിലാക്കിയ ബാങ്ക്. എന്നാൽ ജനങ്ങൾ വർദ്ധിച്ചപ്പോൾ ജുമുഅക്ക് വരുന്നത് വൈകിയപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയ ബാങ്കാണ് ഇന്ന് നമ്മൾ വിളിക്കുന്ന പരസ്യമായ ഒന്നാമത്തെ ബാങ്ക്. ഇപ്പോൾ ഖുർആനിൽ പറയപ്പെട്ട ഈ ബാങ്ക് യഥാർത്ഥത്തിൽ നബിതങ്ങൾ നടപ്പിലാക്കിയ രണ്ടാമത്തെ ബാങ്കാണ്. മിമ്പറയിലേക്ക് ഇമാമ് കയറിയതിന് ശേഷമുള്ള ആ ബാങ്ക്. അതിനുശേഷം പിന്നീട് കച്ചവടം ചെയ്യാൻ പാടില്ല, അത് ഹറാമാണ്. അതായത് രണ്ടാമത്തെ ബാങ്കിന് ശേഷം, അതായത് ഇമാമ് മിമ്പറിൽ കയറിയതിനു ശേഷം, അതാണ് ഗൗരവമുള്ള ബാങ്ക്. അതെ, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അതിനുശേഷം പിന്നെ കച്ചവടം ചെയ്യാൻ പാടില്ല. ഉസ്താദേ, വേറെ സംശയം. നമ്മൾ പിന്നെ കൂടുതൽ ആളുകളുള്ള ജമാഅത്തിലൊക്കെ ഇമാമ് ചെറിയ സൂറത്താണ് ഓതേണ്ടത്. പക്ഷേ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആ മഹലിലെ ജനങ്ങളെല്ലാം ഒത്തുകൂടും. അവിടെ ആപാതവൃദ്ധം ജനങ്ങളുണ്ട്. അപ്പോൾ വാർദ്ധക്യം ഉള്ളവരും പ്രയാസമൊക്കെ ഉള്ളവരുണ്ട്. പക്ഷേ അവിടെ ഇമാമ് വലിയ സൂറത്ത് ഓതലാണോ നല്ലത്, ചെറിയ സൂറത്ത് ഓതലാണോ? സാധാരണ വലിയ സൂറത്ത് ഓതൽ കേൾക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ജമാഅത്തുകളിൽ ചെറിയ സൂറത്ത് ഓതണം എന്നാണ് ഫുഖഹാ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ മൗമൂമിങ്ങളുടെ പ്രത്യേകമായ സമ്മതം കിട്ടിയിരിക്കണം. എന്നാൽ സമ്മതം കിട്ടാതെ തന്നെ വലിയ സൂറത്ത് ഓതാൻ പറ്റുന്ന നിസ്കാരങ്ങളുണ്ട്. സമ്മതം കിട്ടിയില്ലെങ്കിലും ഓതാൻ പറ്റുന്ന നിസ്കാരങ്ങൾ. അതേതാ? വാരിദായ സൂറത്തുകൾ വന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായ സൂറത്ത് ഓതി നിസ്കരിച്ച ചില സ്ഥലങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ വെള്ളിയാഴ്ച, അതുപോലെ വെള്ളിയാഴ്ചയുടെ സുബഹി, വെള്ളിയാഴ്ചയുടെ ഇശായിന് ജുമുഅ സൂറത്ത്, അതുപോലെ മുനാഫിഖൂന ഓതാം, സബ്ബിഹിസ്മയും ഹല്ലത്താക്കയും ഓതാം. വെള്ളിയാഴ്ച സുബഹി ആകുമ്പോൾ സജദ സൂറത്ത്, ദഹ്ർ സൂറത്ത്, അല്ലെങ്കിൽ സബ്ബിഹിസ്മ ഹല്ലത്താക്ക ഓതാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഖുൽ യാൽ കാഫിറൂൻ, ഖുൽ ഹുവല്ലാഹു അഹദ്,
ഇതുപോലെ വെള്ളിയാഴ്ചയിൽ വാരിദായ സൂറത്താണ് ജുമാ സൂറത്തും മുനാഫിഖൂനയും അല്ലെങ്കിൽ സബ്ബിസ്മയും അല്ലാത്താക്കയും. ഇത് മറ്റുള്ള സൂറത്തുകളെ അപേക്ഷിച്ച് ഒരല്പം വലിപ്പമുള്ള സൂറത്ത് തന്നെയാണ്. പക്ഷേ ഈ സൂറത്ത് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിയതായി വന്നതുകൊണ്ട് മഅ്മൂമീങ്ങളുടെ പ്രത്യേക സമ്മതം ഇല്ലാതെ തന്നെ ഓതാവുന്ന സൂറത്തുകളാണ്. അപ്പോൾ ഈ സൂറത്തുകൾ ഓതുന്ന സമയത്ത് മഅ്മൂമീങ്ങളുടെ സമ്മതത്തിൻ്റെ ആവശ്യമില്ല. അത് നബി തങ്ങൾ ഓതി എന്ന് പ്രത്യേകം വാരിദായി വന്നിട്ടുള്ള സൂറത്തുകളാണല്ലോ. അതെ അതെ മാഷാ അല്ലാഹ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സൂറത്ത് ഓതുന്നില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് നല്ലത് വദ്ദുഹ വല്ലൈലിയുടെയും അതുപോലെ നാസിൻ്റെയും ഇടയിലുള്ള ചെറിയ സൂറത്തുകളാണ്. മാഷാ അല്ലാഹ്. ഇത് ഓതാതെ മറ്റ് വലിയ സൂറത്തുകൾ ഓതുമ്പോൾ അത് കറാഹത്താവും. അത് ജമാഅത്തിൻ്റെ സൂറത്തിലെ പ്രതിഫലത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അൽഹംദുലില്ലാഹ്. ഇനി ഉസ്താദേ, വേറെ സംശയം എന്ന് പറഞ്ഞാലേ, നമ്മൾ സാധാരണ ഉസ്താദന്മാർ ഇമാമ് അതായത് ജുമായുടെ ഇമാമ നിൽക്കുന്ന ആള് ഓതുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ തുമ്മലായ മൂത്ത് ഫിഹാന്ന് ഓതും. ചിലരെന്ത് ചെയ്യും, സബ്ബിഹിസ്മ തൊട്ട് തുടങ്ങുകയും ചെയ്യും. ചിലർ രണ്ടാമത്തെ റക്അത്തിൽ പിന്നെ അഫലാ യൻദുറൂനാന്ന് തുടങ്ങുന്നത്. ചിലരത് ഫുള്ള് ഓതുന്നത് സൂറത്ത്. അപ്പൊ അങ്ങനെ അതെങ്ങനെ വ്യത്യാസമായിട്ട് ഓതുന്നതിന്റെ പ്രത്യേകത എന്താണ്? അഥവാ യഥാർത്ഥത്തിൽ ഏതാണ് ശരിയെന്നർത്ഥം. അതെ അതെ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് വാരിദായ സൂറത്തുകൾ, ഇന്നാലിന്ന സൂറത്തുകൾ നിസ്കാരത്തിൽ ഓതണം എന്ന് ഹദീസിൽ പ്രത്യേകമായി വന്നിട്ടുള്ള സ്ഥലങ്ങളിൽ ആ സൂറത്തുകൾ തുടക്കം മുതലേ ഓതി മഅ്മൂമീങ്ങളെ കേൾപ്പിക്കൽ സുന്നത്തുണ്ട്. ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹുവിനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഫത്താവൽ കുബ്രയിൽ മഹാനവറുകൾ മറുപടി പറയുന്നതായിട്ട് കാണാം നമുക്ക്. വാരിദായ സൂറത്ത്, ഉദാഹരണത്തിന് വെള്ളിയാഴ്ചയിലെ സബ്ബിഹിസ്മ, അത് മഅ്മൂമീങ്ങൾക്ക് ഫാത്തിഹ ഓതാനുള്ള സമയം ഇമാമ് കൊടുക്കണമല്ലോ. അപ്പൊ അത്രയും സമയം ആ സൂറത്തിൽ നിന്ന് തന്നെ പതുക്കെ ഓതി കൊണ്ടുവരാം. തുമ്മലായ മൂത്ത് ഫിഹ വരെ പതുക്കെ ഇമാമ് ഓതിയാൽ മഅ്മൂമീങ്ങൾക്ക് ഫാത്തിഹ വളരെ ഉഷാറായിട്ട് ഓതാൻ പറ്റും. അപ്പം മഅ്മൂമീങ്ങൾക്ക് ഫാത്തിഹ ഓതാൻ സമയം കൊടുത്തതിന് ശേഷം പിന്നെ അതേ സൂറത്ത് തന്നെ ഒന്നുകൂടെ ആവർത്തിച്ച് തുടക്കം മുതൽ മഅ്മൂമീങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന വിധത്തിൽ ഉറക്ക ഒന്നുകൂടെ ആവർത്തിച്ച് ഓതുകയാണ് വേണ്ടത്. അതാണ് അതിൻ്റെ യഥാർത്ഥ വശം. ഇനി വാരിദായ സൂറത്തിൻ്റെ പകുതി ഭാഗം ഇമാമ് പതുക്കെ ഓതി തുമ്മലായ മുത്തുഫീഹ മുതൽക്ക് ഉറക്ക ഓതിയാൽ അവിടെ മഅ്മൂമീങ്ങൾ കേൾക്കേണ്ട ആ സൂറത്തിൻ്റെ പകുതി ഭാഗം കേൾക്കാതെ പോയി. മഅ്മൂമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉറക്കി ഓതുന്ന നിസ്കാരത്തിൽ ഇമാമിൻ്റെ ഖിറാത്ത് കേൾക്കുക എന്ന് പറയുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണല്ലോ. ഇവ ജമാഅത്തിൻ്റെ വിഷയത്തിൽ 2 ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒന്ന് 25 ഇരട്ടി പ്രതിഫലം, ഒന്ന് 27 ഇരട്ടി പ്രതിഫലം. ഈ 2 ഹദീസിനെയും കൂടി മഹാനായ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു ജംഅ ചെയ്തത് ഇങ്ങനെയാണ്. ഈ 2 ഹദീസുകളുടെ പൊരുത്തക്കേട് എങ്ങനെയാണ് തീർക്കുക എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ നൽകിയ മറുപടി 25 എന്ന് പറഞ്ഞത് പതുക്കെ ഓതുന്ന നിസ്കാരത്തെക്കുറിച്ച്, 27 എന്ന് പറയുന്നത് ഉറക്കി ഓതുന്ന നിസ്കാരത്തെക്കുറിച്ച്. അപ്പോൾ ഉറക്കി ഓതുന്ന നിസ്കാരത്തിൽ 27 ഉണ്ടാകാനുള്ള കാരണം ഇമാമിൻ്റെ ഖിറാഅത്ത് കേൾക്കുന്നു, അതുപോലെ ഇമാമിനോടൊപ്പം ആമീൻ പറയാനുള്ള അവസരം ലഭിക്കുന്നു. ഇതാണ് ഉറക്കി ഓതുന്ന നിസ്കാരത്തിൽ പതുക്കെ ഓതുന്ന നിസ്കാരത്തെ അപേക്ഷിച്ച് 2 കൂലി കൂടുതലാകാനുള്ള കാരണം എന്ന വിശദീകരണം നൽകുന്നുണ്ട്. അപ്പൊ ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സുന്നത്തായ കാര്യമാണ്. അപ്പൊ ജുമാ വാരിദായ സൂറത്തുള്ള നിസ്കാരമായതുകൊണ്ട് ഇമാമ് ആ സൂറത്ത് തുടക്കം മുതലേ മഅ്മൂമീങ്ങളെ കേൾപ്പിക്കൽ സുന്നത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് പതുക്കെ ഓതുകയും പിന്നീട് ആ ഭാഗം തന്നെ ഉറക്കെയും ഓതുകയാണ് നല്ലത്. ഇനി പതുക്കെ ഭാഗം ഓതിയത് ആവർത്തിക്കുന്നില്ലെങ്കിൽ അത്രയും ഭാഗം മഅ്മൂമീങ്ങൾ കേട്ടില്ല, ആ സുന്നത്ത് അവർക്ക് ലഭിക്കില്ല എന്ന് മാത്രം. അതേസമയം വാരിദല്ലാത്ത സൂറത്തുകൾ ഓതുമ്പോൾ, അതായത് ജുമാ അല്ലാത്തൊരു നിസ്കാരത്തിൽ മഗ്‌രിബിക്ക് ഓതുകയാണ്, അവിടെയൊക്കെ യഥാർത്ഥത്തിൽ നല്ലത് ഓതുന്ന സൂറത്തിൻ്റെ മുമ്പുള്ള സൂറത്ത് പതുക്കെ ഓതുകയും ഓതാനുള്ള സൂറത്ത് പിന്നെ അതിൻ്റെ താഴെ ഉറക്കെ ഓതുകയും ചെയ്യുക. അത് നല്ലത്. ഇപ്പോൾ ഉദാഹരണത്തിന് മഗ്‌രിബ് നിസ്കാരത്തിൽ ഇപ്പോൾ അലം തറ കൈഫ ഫഅല റബ്ബുക എന്ന് പറഞ്ഞ സൂറത്താണ് ഉദ്ദേശിക്കുന്ന കേട്ടിട്ടില്ലേ. ഇതിലതിന് മുമ്പുള്ള സൂറത്തുണ്ടല്ലോ, വൈലുൽ ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ, ആ സൂറത്ത് ഓതുക, പതുക്കെ ഓതുക, മഅ്മൂമീങ്ങൾക്ക് ഓതാനുള്ള അവസരം കൊടുത്തുകൊണ്ട്. എന്നിട്ട് പിന്നെ അലം തറ കൈഫ ഓതുക. പിന്നെ രണ്ടാമത്തെ റക്അത്തിൽ ലീലാഫി പതുക്കെ ഓതുക.
എന്നിട്ട് തൊട്ടടുത്തതിൽ എന്ന സൂറത്ത് ഓതും. അപ്പോൾ ഒന്നാമത്തതിനേക്കാൾ രണ്ടാമത്തത് വലുതാവുക എന്നൊരു പ്രശ്നം വരുന്നിടത്ത് ഒന്നാമത്തെ അടുത്ത് കുറച്ച് കൂടുതലാണ് ഓതിയാൽ മതി. അപ്പോൾ ആ വിഷയം ഒഴിവായി കിട്ടും. ഇങ്ങനെയാണ് ആ ഭാഗം പരിഗണിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. മാഷാ അല്ലാഹ്. പിന്നെ ജുമയ്ക്ക് മാശറ വിളി ഉണ്ടല്ലോ, അപ്പൊ ആ മാശറ വിളിയുടെ വിധി എന്താ? മാശറ വിളിക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വിദായിൽ ജുമഅക്ക് മുമ്പ് മിനയിൽ വെച്ച് മാശറ വിളിക്കാൻ ആവശ്യപ്പെട്ടത് അടിസ്ഥാനപ്പെടുത്തിയുള്ള തെളിവിനെ ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹഫയിൽ പറഞ്ഞു മാശറ വിളിക്കൽ സുന്നത്താണ്. അതല്ലേ, ജനങ്ങളോട് ഇമാമ് മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് അടങ്ങി നിൽക്കാൻ പറയുകയാണല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. മിണ്ടുന്നവനോട് മിണ്ടരുത് എന്ന് പറയുന്നവന് പോലും ജുമയില്ല എന്ന് ഹദീസിൽ കാണാം. അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജുമയുടെ ഖുതുബ. അതേപോലെ ഈ മാശറ വിളിക്കുമ്പോഴേ വാളും പിടിച്ചോണ്ടാണല്ലോ വിളിക്കുന്നത്. അതേപോലെ ഖത്തീബിന്റെ കയ്യിലും വാളുണ്ടല്ലോ. അപ്പൊ അതെങ്ങനെയാ, അതിന്റെ അടിസ്ഥാനം എന്താ? വാള് പിടിക്കുന്ന യഥാർത്ഥത്തിൽ ഇടത്തെ കയ്യിലാണ് അല്ലേ? അതെ, വാള് പിടിക്കുന്നത് ഇടത്തെ കയ്യിലാണ്. വലത്തെ കയ്യിലാണ് എന്ത് പിടിക്കുന്നത്? കിതാബ് പിടിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇടത്തെ കയ്യിലെ വാള് കൊണ്ട് എന്താണ് ഗുണം? ഒരു മനുഷ്യന് വെട്ടാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോ പരിച പിടിക്കുന്നത് വലത്തെ കയ്യിലും വാള് പിടിക്കുന്നത് ഇടത്തെ കയ്യിലും. ഇതാണ് നബിതങ്ങൾ നിർദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ അതിന്റെ പ്രതിരോധം, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് വലത്തെ കയ്യിൽ. പിന്നെ പേരിന് ഒരു വാളുമാണ്, യുദ്ധമല്ലേ, അത് ഇടത്തെ കയ്യിൽ. അപ്പൊ ഇതാണ് അതിൽ നൽകുന്ന സൂചന. ഇസ്ലാമിൽ വാളിന്റെ പ്രത്യേകത അത്രയേ ഉള്ളൂ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഇടത്തെ കയ്യിൽ വാൾ പിടിക്കുന്നത്. അത് നല്ലതാണ്, അത് സുന്നത്താണ്. ഇനി അതേപോലെ ഈ മാശറ ജുമയുടെ ഒരു ഉണർത്തലാണല്ലോ. അതേപോലെ ഈ അസ്സലാത്തു ജാമിയ, അതേപോലെ അസ്സലാത്ത ജാമിയ, അസ്സലാത്തു ജാമിയ എന്നൊക്കെ പറയുന്നത് വ്യത്യസ്തമായ രണ്ടും പറയാം. അസ്സലാത്തു ജാമിയ എന്നും പറയാം, അസ്സലാത്ത ജാമിയ. അപ്പൊ അത് കേൾക്കുമ്പോൾ എന്ത് മറുപടി പറയണം അതിന്? ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങൾക്ക് അസ്വലാത്ത ജാമിയ എന്ന് വിളിക്കൽ സുന്നത്തുണ്ട്, അല്ലെങ്കിൽ അസ്വലാത്തു ജാമിയ എന്ന് വിളിക്കൽ സുന്നത്തുണ്ട്. അവിടെ ബാങ്കിൽ ഓരോ കലിമത്തിനും ഇജാബത്തുണ്ടല്ലോ. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അല്ലാഹു അക്ബർ, അത് കേൾക്കുന്ന ആളുകൾ അല്ലാഹു അക്ബർ പറയും. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അത് പറയും. പിന്നെ ഹയ്യ അലൽ സ്വലാ എന്ന് പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അദീം. ഹയ്യ അലൽ ഫലാ എന്ന് പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ. വേറെയും ഒരു ഇജാബത്ത് അതിൽ വന്നിട്ടുണ്ട് ഹയ്യ അൽ ഫലയിൽ. എന്താണ്? അല്ലാഹുമ്മ ജഅൽനി മിനൽ മുഫ്ലിഹീൻ എന്ന് പറയുന്ന സുന്നത്ത, വിജയികൾപ്പെടുത്താൻ. അല്ലാഹുമ്മ ജഅൽനി മിനൽ മുഫ്ലിഹീൻ. ബുഖാരിയുടെ ഒരു ചറഹുണ്ട്, ഇർഷാദു സാരി, അതിൽ കാണാം. അപ്പോൾ ബാങ്ക് ഇഖാമത്താണെങ്കിൽ ഖദ് ഖാമത്തിസ് സ്വലാത്തു ഖദ് ഖാമത്തിസ് സ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുമ്പോൾ സദഖത വ ബരിറത. ഖാമത്തിൽ അഖാമ അല്ലാഹു അദാമഹ വജഅലനി മിൻ സാലിഹി അഹ്ലിഹ. ഖാമഹ അല്ലാഹു അദാമഹ വജഅലനി മിൻ സാലിഹി അഹ്ലിഹ. അതുപോലെ തന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ മുഅദ്ദിന് പതുക്കെ പറയുമല്ലോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് തർജിയ. അത് മഅമൂമിങ്ങൾക്ക്, അത് കേൾക്കുന്നവർക്ക് സുന്നത്തുണ്ട്. എല്ലാവർക്കും സുന്നത്തുണ്ട്. ഇനിയിപ്പം ബാങ്ക് കേട്ടതിന് ശേഷമാണെങ്കിലും, അങ്ങനെ മുഅദ്ദിന്റെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ കേട്ടതിന് ശേഷമാണെങ്കിൽ പോലും അത് പറയുന്ന സുന്നത്തുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിച്ചത് ഇപ്പോൾ അസ്വലാത്തു ജാമിഅ എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അസ്വലാത്ത ജാമിഅ, രണ്ടും ശരിയാണെന്ന് തോന്നുന്നു. അന്ന് കേൾക്കുമ്പോൾ എന്താ പറയേണ്ടത്? അപ്പോഴും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറയൽ സുന്നത്തുണ്ടെന്ന് ഇമാം ഷർവാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ അത് തറാവീഹിലൊക്കെയാണ് കേൾക്കുന്നത്. തറാവീഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ കണക്ക് ഇങ്ങനെയാണ്: ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങൾക്ക് മുമ്പിൽ സ്വലാത്തു ജാമിഅ എന്ന് 2 പ്രാവശ്യം വിളിക്കൽ സുന്നത്തുണ്ട്. ഒരു ബാങ്കിന്റെ ഇഖാമത്തിന്റെയും ചാൻസ് നോക്കിയിട്ട് 2 പ്രാവശ്യം വിളിക്കണം. ഇനി സാറേ, ഈ യാത്രയെ പറ്റി ചോദിക്കാണ്. ജുമാ ദിവസം യാത്രയുടെ വിധി എന്താ? അതായത് ഒരാള് വെള്ളിയാഴ്ച ജുമാ യാത്ര പുറപ്പെട്ട ജുമാ അങ്ങനെ ഒഴിവാക്കാൻ പാടുണ്ടോ? വെള്ളിയാഴ്ച ഫജറിന് ശേഷം യാത്ര പോകൽ ഹറാമാണ്. സുബഹിക്ക് ശേഷം വെള്ളിയാഴ്ച ജുമാ മുടങ്ങുന്ന വിധത്തിൽ യാത്ര പോകൽ ഹറാമാണ്. വെള്ളിയാഴ്ച രാവിലെ മഗ്രിബ്, വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച മഗ്രിബിന് ശേഷം യാത്ര പോകൽ കറാഹത്താണ്. വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം യാത്ര പോകുന്ന ആള് ഒരിക്കലും ജുമാ മുടക്കാൻ പാടില്ല. യാത്ര മുടങ്ങുന്ന വിധത്തിൽ യാത്ര സെറ്റ് ചെയ്യാനും പാടില്ല, അത് തെറ്റാ. അങ്ങനെ ഒരു യാത്ര, നിർബന്ധമായ ഒരു യാത്രയുണ്ടെങ്കിൽ ഫജറിന് മുമ്പ് തന്നെ
പുറപ്പെടുകയാണ് വേണ്ടത്. കറാഹത്തും ഒഴിവായി കിട്ടണമെങ്കിൽ വ്യാഴാഴ്ച മഗ്‌രിബിന് മുമ്പ് തന്നെ യാത്ര പോകണം. അപ്പോൾ നാട് വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും റൂം എടുത്ത് താമസിക്കുക. നാട് വിട്ട് അവനെ യാത്രക്കാരനായല്ലോ. എന്നിട്ട് പിന്നെ അവിടുന്ന് സൗകര്യം പോലെ അങ്ങ് പോയാൽ ഈ പറയുന്ന പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ അതായത് യാത്രയെ പറ്റി തന്നെ ചോദിക്കുന്നത്, നമ്മൾ സിയാറത്ത് യാത്ര പോകും 5 ദിവസത്തെ 6 ദിവസത്തെ ഒരാഴ്ചത്തേക്ക്. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു ജുമാ വരുവാണ്. അപ്പൊ ഈ ബസ്സിനകത്ത് ഏകദേശം 50 ആളോളം ഉണ്ട്. ജുമായ്ക്ക് 40 ആളിൽ ആവശ്യമേ ഉള്ളൂ. അപ്പൊ നമ്മളൊരു മൈതാനിയിൽ എത്തി. അവിടെ നമുക്കൊരു ജുമാ നടത്താനുള്ള അവസരം ഉണ്ടോ? ദീൻ അനുവദിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. ഷാഫി മദ്ഹബ് പ്രകാരം ജുമാ നടത്തണമെങ്കിൽ മുത്തവത്തുനീങ്ങളാകണം. മുത്തവത്തുനീങ്ങൾ നാട്ടിൽ സ്ഥിരതാമസക്കാരായ ആളുകളാവണം എന്ന നിബന്ധനയുണ്ട്. പിന്നെ മുഖീമീങ്ങളായ ആളുകളായാൽ ജുമാ നടത്താമെന്ന് ഷാഫി ഇമാമിന്റെ അസ്ഹാബിന്റെ അഭിപ്രായമുണ്ട്. മുഖീമാകണമെങ്കിൽ ഒരു സ്ഥലത്ത് നാട്ടിൽ 4 ദിവസമെങ്കിലും താമസിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം അന്നവർക്ക് ജുമയില്ല, യാത്രക്കാർക്ക് ജുമ ഇല്ലല്ലോ. പോകുന്ന വഴിയിൽ ജുമാ നിസ്കരിക്കുന്ന പള്ളി അവർക്ക് കിട്ടിയാൽ അവർക്ക് വേണമെങ്കിൽ ആ ജുമായോടൊപ്പം പങ്കെടുത്ത് ജുമാ നിസ്കരിക്കാം എന്നല്ലാതെ യാത്രക്കാരായ അവർ മാത്രം നിന്നുകൊണ്ടുള്ള ഒരു ജുമാ തീർത്തും അസാധുവാണ്, സഹിയാവുകയില്ല. യാത്രക്കാരനെന്നുള്ള അവർ മുത്തവത്തുനീങ്ങളല്ല, അവർ മുഖീമീങ്ങളുമല്ല. ചുരുങ്ങിയത് മുഖീമീങ്ങളെങ്കിലും ആകണം. അത് ഷാഫി മദ്ഹബിൽ മുഖീമീങ്ങൾക്കും ജുമാ ഇല്ല. എന്നാൽ ജുമാ നിർവഹിക്കുന്ന നാട്ടിലുള്ള ആളുകൾക്ക് മുഖീമീങ്ങൾക്ക് ജുമാ നിസ്കരിക്കണം, അത് വേറെ കാര്യം. പക്ഷെ അവരെ കൊണ്ട് മാത്രം ജുമാ സഹിഹാവുകയില്ല. ഷാഫി ഇമാമിലെ അസ്ഹാബിനൊരു അഭിപ്രായം എങ്ങനെയുണ്ട്, മുഖീമീങ്ങൾ കൊണ്ട് ജുമാ സഹിയാകുമെന്ന്. പക്ഷെ ഇവർ അതുമല്ല. അപ്പോൾ മുത്തവത്തുനീങ്ങൾ ആവാത്ത ഇവരുടെ ജുമാ ഒരിക്കലും സഹിഹാവുകയില്ല. പോകുന്ന വഴിയിൽ ജുമാ കിട്ടിയാൽ അവർക്ക് വേണമെങ്കിൽ നിസ്കരിക്കാം, അത് നിസ്കരിച്ചാൽ സഹിയാവും, ജുമയുടെ കൂലിയും കിട്ടും. അപ്പൊ അങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന വഴിക്ക് കണ്ടപ്പം മറ്റ് മദ്ഹബ് ഉള്ള പള്ളിയാണ്, ഇമാമാണ്, നമുക്ക് അവിടെ കൂടി ജുമായ്ക്ക് കൂടാൻ പറ്റുമോ? ജുമായാലും ജമാഅത്തായാലും മറ്റു മദ്ഹബുകാരെ തുടർന്ന് നിസ്കരിക്കൽ കറാഹത്താണ്. ഇതാണ് ഷാഫിഈ മദ്ഹബിലെ മുഅ്തമദായ അഭിപ്രായം. പിന്നെ ഇമാം റംലി റളിയല്ലാഹു അൻഹു, ഇമാം മുഗ്നിയൊക്കെ ജമാഅത്ത് ലഭിക്കുന്ന പക്ഷം അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. കറാഹത്ത് വരാത്ത വിധത്തിൽ അവർക്ക് നിസ്കരിക്കണമെങ്കിൽ ദുഹർ നിസ്കരിക്കുകയായിരിക്കും നല്ലത്. അതേപോലെ ഒരാള് ജുമാ നിസ്കരിച്ചു ഒരു പള്ളിയിൽ, അയാൾ യാത്ര ചെയ്ത് നാട്ടിലോട്ട് വരുന്ന വഴിക്ക് തന്നെ ജുമാ തൊട്ടടുത്ത ഗ്രാമത്തിൽ നിസ്കരിച്ചു. നോക്കിയാൽ വീട്ടിൻ്റെ അടുത്ത് വന്നപ്പോൾ കാണാൻ വീണ്ടും അവിടെ ജുമാ അടക്കുന്നുണ്ട്. അവിടത്തെ ജുമാ നിസ്കരിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ ജുമാ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നമുക്ക് അവിടെ കയറി വീണ്ടും ഒന്നുകൂടെ ജുമാ നിസ്കരിക്കാനുള്ള ചാൻസ് ഉണ്ടോ? ഉണ്ട്. ജമാഅത്തായ നിലയിൽ ജമാഅത്ത് സുന്നത്തുള്ള എല്ലാ നിസ്കാരങ്ങളും മടക്കി നിർവഹിക്കൽ സുന്നത്തുണ്ടല്ലോ. അല്ല, അവിടെ ആദ്യമേ ജമാഅത്തായിട്ടാണ് നിസ്കരിച്ചത്. ജമാഅത്തായിട്ടേ ഉള്ളല്ലോ. അതെ, അത്രേ. 2 ജമാഅത്തിന് അവസരം ഉണ്ടോ? ഉണ്ട്. അതായത് ജുമയെ മടക്കി നിർവഹിക്കൽ സുന്നത്താണ്. മനസ്സിലായോ? ജുമാ എന്നല്ല, അതിൻ്റെ ഒരു കായികയാണ് ഞാൻ പറഞ്ഞത്. ജമാഅത്ത് സുന്നത്തുള്ള എല്ലാ നിസ്കാരങ്ങളും മടക്കി നിർവഹിക്കൽ സുന്നത്താണ്. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മടക്കി നിസ്കരിക്കുന്ന 2ാമത്തെ നിസ്കാരത്തിന് അത്തഹിയാത്തിലെങ്കിലും ജമാഅത്ത് ലഭിച്ചിരിക്കണം. ജുമാക്ക് അത് പോരാ, ഒരു റക്അത്തെങ്കിലും ഇമാമിനോടൊപ്പം കിട്ടുമ്പോഴേ ജുമായുടെ മടക്കി നിസ്കരിക്കുന്നതിൻ്റെ പുണ്യം അവന് ലഭ്യമാവുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ജുമാ മടക്കി നിസ്കരിക്കാം. നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിൽ ജുമാ നിർവഹിച്ചിട്ട് ഇവിടെ ഇപ്പോൾ നിർവഹിക്കപ്പെടാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ തീർത്തും അയാൾക്ക് സുന്നത്തുണ്ട്, ഒരു കുഴപ്പമില്ല. ജുമാ 2ാമത്തെ ഒരു പ്രാവശ്യം മടക്കി നിസ്കരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, മടക്കി നിസ്കരിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം മനസ്സിലായില്ലേ? മനസ്സിലായി. ബാക്കിയുള്ള നിസ്കാരങ്ങൾ മടക്കി നിർവഹിക്കുമ്പോൾ അത്തഹിയാത്തിലെങ്കിലും ഇമാമിനോടൊപ്പം ജമാഅത്തായിട്ട് കിട്ടണം. പക്ഷെ ജുമായിലെ ജമാഅത്ത് ഒരു റക്അത്ത് കൊണ്ടാണ് പരിഗണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു റക്അത്തെങ്കിലും കിട്ടണം. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ഗ്രാമം, അവിടെ ഉദാഹരണമാണ്, 40 പേര് തോനെ ആളുണ്ട്. പക്ഷേ അവിടെ ആരും ജുമാ നിസ്കരിക്കുന്ന ഒരു പതിവില്ല. പക്ഷെ കുറച്ച് ആളുകൾക്ക് ജുമാ നിസ്കരിക്കേണ്ട ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അതിന്റെ വിധി എന്താ? അതിന്റെ വിധി അവർ ജുമാ നിർവഹിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ അവിടെ ക്രിയേറ്റീവ് ചെയ്യുക എന്നതാണ്. വളരെ അത്യന്താപേക്ഷിതമായി ആ നാട്ടുകാർ മൊത്തത്തിൽ കുറ്റക്കാരാകുമല്ലോ. അതെ. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിൽ ഉദാസീനത വരുത്തുന്നു. എന്നാൽ ജുമാ നിർവഹിക്കണം എന്ന് താല്പര്യമുള്ള ആളുകൾ തൊട്ടടുത്ത മഹലിൽ നിന്ന് ബാങ്ക് കേൾക്കുമെങ്കിൽ അവർക്ക് അങ്ങോട്ട് ജുമാക്ക് പോകണം. ഇല്ലെങ്കിൽ അവർക്ക് ഈ നാട്ടിൽ നിന്ന് ദൂർ നിസ്കരിക്കുകയാണ് വേണ്ടത് എന്ന് മഹാന്മാരായ ഫുഖഹാ രേഖപ്പെടുത്തുന്നു. അതേപോലെ ഒരു സംശയം, അതായത് വെള്ളിയാഴ്ച ദിവസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണല്ലോ. തീർച്ചയായും ആ ദിവസങ്ങളിൽ പിന്നെ നിക്കാഹൊക്കെ നടക്കണം. പക്ഷേ
നമുക്ക് ഈ സാലിഹീങ്ങളെയൊക്കെ, അതായത് നല്ല ആൾക്കാരൊക്കെ വിളിച്ചാൽ അന്ന് എത്തിപ്പെടാൻ പ്രയാസമാണ്. കാരണം അവരൊക്കെ ദൂരെ സ്ഥലത്ത് നിന്നൊക്കെ അവിടെ ജുമാ മുടങ്ങേണ്ടി വരും, അവിടെ മറ്റുള്ള ഇബാദത്തൊക്കെ മുടങ്ങേണ്ടി വരും. പക്ഷെ നമുക്കന്ന് വെള്ളിയാഴ്ച നിക്കാഹ് നടത്തുകയും വേണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് രാവിലെയല്ലേ നിക്കാഹിന്റെ സമയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൈകുന്നേരം. അപ്പൊ അതിന്റെ ശരിയായ വശം എങ്ങനെ? ഇപ്പൊ ഈ സാലിഹ്യങ്ങളെ നമ്മൾ ഒരുമിച്ച് കൂട്ടാൻ നല്ലൊരു സദസ്സാക്കി മാറ്റാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? വെള്ളിയാഴ്ച നിക്കാഹ് നടക്കുക എന്നതൊരു സുന്നത്ത്, രാവിലെ ആവുക എന്നത് പ്രത്യേക സുന്നത്ത്, സ്വാലിഹ്യങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവുക എന്നത് മറ്റൊരു സുന്നത്ത്. ഇതെല്ലാം കൂടി സമ്മേളിക്കണം. അപ്പൊ രാവിലെ ആവുമ്പോൾ സ്വാലിഹ്യങ്ങളെ കിട്ടൂല, സ്വാലിഹ്യങ്ങളെ കിട്ടുമ്പോൾ രാവിലെ ആവില്ല. ഈ ഏറ്റുമുട്ടലിന് എന്താ പരിഹാരം എന്നാ അത് ഇബ്നു ഹജർ റളിയല്ലാഹു ചർച്ച ചെയ്തിട്ടുണ്ട്. രാവിലെ എന്നതിനേക്കാൾ ഏറ്റവും പ്രാധാന്യം സ്വാലിഹ്യങ്ങളുടെ സാന്നിധ്യം എന്നാണ്. അതുകൊണ്ട് ജുമാക്ക് ശേഷം അസറിനെ അങ്ങ് വെച്ചോളി, കുഴപ്പമില്ലല്ലോ. അപ്പോൾ വെള്ളിയാഴ്ചയുടെ ദിവസവും കിട്ടി, സ്വാലിഹ്യങ്ങളുടെ സാന്നിധ്യവും കിട്ടി. ഇനി അതല്ല വേറെ ഒരു ദിവസത്തിന്റെ രാവിലെയാണ് വെക്കുന്നതെങ്കിൽ ആ രാവിലെയുടെ കൂലിയും കിട്ടി, സ്വാലിഹ്യങ്ങളുടെ സാന്നിധ്യം കിട്ടി. ചുരുക്കത്തിൽ വെള്ളിയാഴ്ചയുടെ രാവിലെ എന്നതിനേക്കാൾ പ്രാധാന്യം സ്വാലിഹ്യങ്ങളുടെ സാന്നിധ്യമാണ്. അതുകൊണ്ട് അത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം വെച്ചാലും മതി. അതേപോലെ ഉസ്താദേ, ഈ എല്ലാത്തിനും ശ്രേഷ്ഠത പറയുന്ന ജുമാ ദിവസമാണ്. എന്നാൽ ഏറ്റവും ഇസ്ലാം മൂല്യം കൽപ്പിക്കുന്നത് ദീനി വിദ്യാഭ്യാസത്തിന്. പക്ഷെ അന്നത്തെ ദിവസം എല്ലാ മദ്രസയും അവധിയാണ്. അതെന്താ അങ്ങനെ? അതെന്താണ്? ദർസിലും മദ്രസിലൊക്കെ അവധിയാണ്. എല്ലാ ദർസും മദ്രസയും ദീനി സ്ഥാപനം. ഈ ദർസിലും മദ്രസിലൊക്കെ പഠിക്കുന്നത് എന്താണ്? ജുമാ നിസ്കരിക്കണം, നേരത്തെ പോകണം, അൽക്കാപ്പ് ഓതണം, സലാത്ത് ചെല്ലണം, നഖം വെട്ടണം, മീശ വെട്ടണം, അല്ലേ, ഗുഹ്യരോമം നീക്കം ചെയ്യണം എന്നൊക്കെ അല്ലേ? എന്നിട്ട് പിന്നെ അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ അന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പൊ ജുമയുമായി ബന്ധപ്പെട്ട ഒരുപാട് സുന്നത്തുകളുണ്ട്. മാത്രമല്ല ജുമക്ക് വന്ന ആള് ആ ദിവസത്തിന്റെ പ്രത്യേകത മാനിച്ച് അസ്ർ വരെ പള്ളിയിലിരിക്കൽ പ്രത്യേക സുന്നത്തുണ്ട്. മനസ്സിലായോ? അപ്പൊ ജുമക്ക് പോകുന്നതിന് മുമ്പായിട്ട് തീർക്കേണ്ട കുറെ കാര്യങ്ങള്, അൽക്കാഫ് ഓതല്, സ്വലാത്ത് ചെല്ലല്, നഖം വെട്ടല്, മീശ വെട്ടല്, അതുപോലെ മുടി നീക്കം ചെയ്യല്, ഗുഹ്യരോമങ്ങൾ നീക്കം ചെയ്യല്, അങ്ങനെ തുടങ്ങി ജുമയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ പള്ളിയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ തന്നെ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണല്ലോ. എന്തെല്ലാം സുന്നത്തുകളുണ്ട് അന്നത്തെ മറ്റു നിസ്കാരങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് സുന്നത്തുകളുണ്ട്. അപ്പൊ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഇത് പഠിച്ചുകൊണ്ടിരുന്ന പിന്നെ എന്താ ചെയ്യല്? പ്രാക്ടീസ്, അതായത് പരിശീലനത്തിലുള്ള ചെയ്യാനുള്ള ഇബാദത്ത് ചെയ്യാനുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. അല്ലെങ്കിൽ മറ്റൊരു വിഷയം പറഞ്ഞാല് അൽ ജുമാഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകിൻ വഈദുൽ മുഅ്മിനീൻ, പെരുന്നാൾ ദിവസമാണ് അന്ന്. ശരിയല്ലേ? അപ്പോ പെരുന്നാളിൽ നമ്മൾ കച്ചവടം ആരെങ്കിലും ചെയ്യാൻ പോകുമോ? അന്ന് കച്ചവടവും ഇല്ല, എല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു നല്ല ദിവസമായതുകൊണ്ട് നമ്മൾ ആ ജുമയെ മാനിച്ചാണ് ഇത്തരം ലീവുകൾ വന്നത്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. സാർ, ഒരു ചോദ്യം കൂടെ ഉള്ളു. അത് പ്രത്യേകിച്ച് നമ്മൾ കുറിച്ചുകൊണ്ട് വന്ന, പ്രത്യേകിച്ച് സ്ത്രീകൾ, അതായത് ജുമാ ദിവസങ്ങളിലെ ചില സ്ത്രീകൾ, എല്ലാ സ്ത്രീകളും അല്ല, ചില സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ജുമാ പിരിയുന്നവരെ അവർക്ക് ജുമാ ഇല്ലല്ലോ, പക്ഷെ അവൾ ആ ലൊഹറിനെ പോലും പിന്തിക്കുന്നുണ്ട്. അതായത് പുരുഷന്മാര് വീട്ടിൽ വന്നിട്ടാണ് നിസ്കാരമൊക്കെ തുടങ്ങുന്നത്. കാരണം അവരെന്താന്ന് ചോദിക്കുമ്പോൾ പറയും ജുമാ കഴിയാതെ ഞങ്ങൾ നിസ്കരിക്കത്തില്ലെന്നാ പറയുന്നത്. അതിന്റെ ആവശ്യമില്ല. ജുമാ നിർബന്ധമില്ലാത്ത ആളുകളാ പെണ്ണുങ്ങള്. അവര് ഇതുപോലെ ജുമാ കഴിയാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അതേസമയം ജുമാക്ക് പോകുന്ന ഒരു പുരുഷനാണ്, അയാൾ രോഗിയായി, അദ്ദേഹം അന്ന് രോഗമായതുകൊണ്ട് ജുമാക്ക് പോയില്ല, അദ്ദേഹത്തിന് ജുമാ കഴിയുന്നത് വരെ പിന്തിപ്പിക്കൽ സുന്നത്തുണ്ട്. ഒരു രോഗിക്ക് ഒരു കാരണമുള്ള, അതായത് ജുമാ നിർബന്ധമായിരുന്ന ഒരാള്, പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ജുമാ നിർബന്ധമേ ഇല്ലല്ലോ. അപ്പൊ അവൾ ഇനി ജുമായെ കാത്തു നിൽക്കേണ്ട പ്രശ്നമേ ഇല്ല. പക്ഷെ ജുമാ നിർബന്ധമാകുന്ന ജിൻസിൽപ്പെട്ട ഒരു പുരുഷൻ ഒരു രോഗിയായി വീട്ടിൽ കിടപ്പാണ്, അയാൾക്ക് എന്ത് ചെയ്യാം? ജുമാ കഴിയുന്നത് വരെ പിന്തിപ്പിക്കാൻ സമയത്തിന്റെ ഹുർമത്ത് മാനിച്ചുകൊണ്ട്. കാരണം അയാൾ ഇതിൽ പങ്കെടുക്കേണ്ട ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഇതിന് വരാതെ വീട്ടിൽ നൂറുസ്കരിക്കുക എന്ന് പറയുന്നതിന് ഒരു അനൗചിത്യം ഉണ്ടല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജുമാ കഴിയുന്നത് വരെ ആ ദുഹറിനെ പിന്തിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സ്ത്രീകൾക്ക് അങ്ങനെ യാതൊരു നിയമവുമില്ല, അവർ നേരത്തെ നിസ്കരിക്കുകയാണ് വേണ്ടത്. നിസ്കാരം പൊതുവെ ഏത് വക്തിലാണെങ്കിലും ആദ്യത്തിൽ നിസ്കരിക്കുക എന്നത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചു, അയ്യുൽ അഅമാലി അഫ്ളലു യാ റസൂലല്ലാഹ്, ഒരു മുസ്ലിം ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ഏതാണെന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ അതിന് പറഞ്ഞ എന്താണ്? അസ്സലാത്തു ലി അവ്വലി വക്തിഹാ, നിസ്കാരത്തിന്റെ തുടക്കത്തിലുള്ള, സമയത്തിന്റെ തുടക്കത്തിലുള്ള നിസ്കാരമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത്. അപ്പൊ ജുമാ നിർബന്ധമില്ലാത്ത ഈ സ്ത്രീകൾ ജുമാ കഴിയുന്നത് വരെ കാത്തിരിക്കുന്നതിന്റെ ആവശ്യം എന്താണ്? അതെ, അത് മിക്കവാറും കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ മിക്കവാറും സ്ത്രീകളിലുള്ള ഒരു സ്വഭാവം, നമ്മൾ എല്ലാവരും പറയുന്നില്ല, അവര് 2 വക്തങ്ങളിൽ ജമ്മാക്കും.
അതായത് ലുഹറിനെ കൊണ്ടുവന്നിട്ട് അസറിനോട് അടുപ്പിച്ച്, അതായത് ഒരു കുളിയും ഒരു ഉളുവെടുപ്പും ഒരു നിസ്കാരവും ലുഹർ എന്നാ കല ആയോ കല ആയില്ല, ഒന്നുമല്ല വീട്ടുമ്പോഴേക്ക് അസറിന്റെ ടൈം ആവും ചെയ്തു. അതെ ഒരു വഴിക്ക് രണ്ട് പക്ഷി വളരെ വിഷമം തോന്നുന്നത്. ഇവിടെ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നിസ്കാരത്തിന് തുടക്കത്തിൽ അവസരം ഉണ്ടായിട്ട് ആ നിസ്കാരത്തെ പിന്തിപ്പിക്കുന്ന ആളുകൾ മനസ്സിലൊരു നിയത്ത് വേണമെന്ന ഇമാം ഷെർവാൻ റളിയല്ലാഹു പറയുന്നുണ്ട്. ഈ വക്തിയിലുള്ള നിസ്കാരത്തെ അവ്വൽ വക്തിനെ തൊട്ട് ഞാൻ അവസാനത്തിലേക്ക് പിന്തിപ്പിക്കുന്നു, സമയത്ത് ഞാൻ നിർവഹിക്കും, ഉറപ്പാണ് എന്ന ഒരു ദൃഢനിശ്ചയം നമുക്ക് വേണം. എന്നാൽ അങ്ങനെ പിന്തിപ്പിക്കുന്നതുകൊണ്ട് അപ്പം നമുക്ക് കുറ്റം വരില്ല. ഇല്ലാതെ സമയം ഉണ്ടായിട്ട് വക്തിൻ്റെ അവസാനത്തിലേക്ക് പിന്തിപ്പിക്കുമ്പോൾ നമ്മളെ ചോദ്യം ചെയ്യുന്ന, മാത്രമല്ല ഒരാൾ നിസ്കരിക്കാതെ മരിച്ചു പോയാൽ ഈ നീയത്തുള്ള ആളാണെങ്കിൽ അയാൾക്ക് കുറ്റമല്ല. കാരണം അയാൾ അവസാനം നിസ്കരിക്കുന്ന ദൃഢനിശ്ചയം ചെയ്യണമല്ലോ. ഈ ദൃഢനിശ്ചയം ചെയ്തില്ല, അയാൾ നിസ്കരിച്ചതുമില്ല, പക്ഷെ അയാൾ മരിച്ചുപോയി. എന്നാൽ ആ നിസ്കാരം നിർവഹിക്കാത്തതിന്റെ പേര് അയാൾ കുറ്റക്കാരനാണ്. അത് നമ്മളെ യാത്രക്കാരൻ്റെ ആള് തന്നെ യാത്രക്കാരനും അങ്ങനെ ചെയ്യുമല്ലോ, അത് പിന്നെ ജമ്മാക്കുക. ഇതല്ല, നമുക്ക് ദൂരം സമയം നിസ്കരിക്കാൻ അവസരം കിട്ടിയിട്ട് ഇപ്പൊ നിസ്കരിക്കുന്നില്ല, ഞാൻ അവസാനത്തിൽ നിസ്കരിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുന്ന ആണെങ്കിൽ ഞാൻ ഈ നിസ്കാരത്തെ അവസാന സമയത്തിലേക്ക് പിന്തിപ്പിക്കുന്നു, ഞാൻ നിശ്ചയമായും ഈ സമയത്ത് നിർവഹിച്ചിരിക്കും എന്ന ഒരു ദൃഢനിശ്ചയം ഉള്ള ഒരാളാണെങ്കിൽ അവനെ നിസ്കരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇപ്പം ഞാൻ നിസ്കരിക്കുന്നില്ല, ഞാൻ നിസ്കരിക്കും, തീർച്ചയായും ഭക്തിയിൽ തന്നെ നിസ്കരിക്കും അവസാനത്തിൽ എന്ന ദൃഢനിശ്ചയം വേണം. അല്ലാതെ നിസ്കരിക്കാൻ അവസരമുള്ള ഒരാൾ പിന്തിപ്പിച്ചാൽ അവൻ കുറ്റക്കാരനാകും. അതേസമയം ഈ നിയത്ത് വെച്ച ഒരാൾ പിന്തിപ്പിക്കുകയും നിസ്കരിക്കുന്നതിന് മുമ്പായി അദ്ദേഹം മരണപ്പെടുകയും ചെയ്താൽ അയാൾ കുറ്റക്കാരനല്ല എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിസ്കാരം ജുമ കഴിയുന്നത് വരെ സ്ത്രീകൾ ഒരിക്കലും പിന്തിപ്പിക്കേണ്ടതില്ല. നേരത്തെ നിസ്കരിക്കുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത്. പരമാവധി ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അള്ളാഹു ഒരു അടിമ അള്ളാഹിൻ്റെ കാര്യത്തിൽ എത്ര ശുഷ്കാന്തി കാണിക്കുന്നു അത്ര അതനുസരിച്ചാണ് യഥാർത്ഥത്തിൽ അള്ളാഹു അവൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യുക, ശുഷ്കാന്തി കാണിക്കുക. മനസ്സിലായോ? അള്ളാഹു നമ്മളോട് പറഞ്ഞ നിയമങ്ങൾ അള്ളാഹു നിർബന്ധമാണല്ലോ, നോമ്പാണല്ലോ, സുന്നത്താണല്ലോ, അള്ളാഹ് പറഞ്ഞതാണല്ലോ, റസൂൽ പറഞ്ഞതാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ കാര്യത്തിൽ എത്ര ഇൻട്രസ്റ്റ് നമ്മൾക്കുണ്ട് അത്ര താല്പര്യം നമ്മളെ കാര്യത്തിൽ അള്ളാഹുവിനുണ്ടാവുമെന്ന് ഇബ്നു അത്താഇല്ലാ സിക്കന്ദരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യത്തിലും അതിൻ്റെ സമയത്തിൻ്റെ കാര്യത്തിലും ശ്രദ്ധിക്കണം. ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഫവൈലുൽ ലിൽ മുസല്ലീന അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. സമയത്തെ തൊട്ട് പിന്തിപ്പിച്ചുകൊണ്ട് നിസ്കാരം നിർവഹിക്കുന്ന ആളുകൾക്കാണ് വയല് എന്ന് പറയുന്ന നരകം. രണ്ട് ഖിറാഅത്തിന്റെ അവിടെ ഫവൈലുൽ ലിൽ മുസല്ലീന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം സാഹൂൻ. അതാണ് നിങ്ങൾ പറഞ്ഞത്, നിസ്കാരത്തിൽ അശ്രദ്ധയുള്ളവരും അശ്രദ്ധയുള്ളവരും. ഞാൻ ഓതിയതല്ല. ഫവൈലുൽ ലിൽ മുസല്ലീന അല്ലദീന അൻ സ്വലാത്തിഹിം സാഹൂൻ, അതാണ് ഖുർആനിലുള്ളത്. നമ്മൾ ഓതുന്ന ഖിറാഅത്ത് നിസ്കാരത്തെ തൊട്ട് ശ്രദ്ധയില്ലാതെ വക്തിന്റെ അവസാനത്ത് കൊണ്ടുപോയിട്ട് ഉണ്ടല്ലോ ജാമാക്ക എന്ന് പറയും. ഓരോ അസറും കൂടി ജമാക്കൽ ഇസ്ലാം അംഗീകരിച്ച യാത്രക്കാരനാണ്. ഇത് ജാമാക്ക, അത് ചെയ്യരുത്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സമയത്ത് തന്നെ പരമാവധി നേരത്തെ നിസ്കരിക്കാനുള്ള ശ്രമം നടത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യും. ആമീൻ. അൽഹംദുലില്ലാഹ്. ജസാക്കല്ലാഹു ഖൈറ, തഖബ്ബലല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് കാര്യങ്ങൾ ഉസ്താദിന് പഠിക്കാൻ അവസരം കിട്ടി. അൽഹംദുലില്ലാഹ്. ഇനിയും ഇതേപോലുള്ള ചോദ്യങ്ങളുമായി ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നതാണ്. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആമീൻ.